ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയൂണിൻ്റെ പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഉച്ചക്കത്തേന് ഞാൻ വിചാരിച്ചു കപ്പയ്ക്കയും മത്തങ്ങയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതും പരിപ്പും കൂടി ഇട്ടിട്ടൊരു കറിയാക്കാം. പിന്നെ കപ്പയ്ക്കയും സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ടൊരു തോരനും റെഡിയാക്കി. പിന്നെ നമ്മൾ ഇച്ചിരി മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഇച്ചിരി വറുത്ത് പിന്നെ ഇച്ചിരി മത്തിയുടെ മീൻ പീരങ്ങളും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ മെയിനായിട്ടുള്ള പ്രിപ്പറേഷൻസ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ഞാൻ. അപ്പോൾ മത്തി മീൻ പീര വയ്ക്കാനായിട്ട് കുഞ്ഞുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും അരപ്പും എല്ലാം കൂടെയൊക്കെ ചേർത്തിട്ട് അതങ്ങ് തിളപ്പിച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ വാങ്ങി വേവിച്ച് അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം മത്തങ്ങയും കപ്പയ്ക്കയും പരിപ്പും കൊണ്ടുള്ള കറിക്ക് വേണ്ടി പരിപ്പ് വേവിക്കാനായിട്ട് ആദ്യം വെച്ചു. അതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചു. ഇച്ചിരി മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് അങ്ങ് വെന്ത് ഉടയണ്ട കേട്ടോ, കാരണം കഷ്ണങ്ങളും കൂടി ഇതിൻ്റെ കൂട്ടത്തിട്ട് വേവിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇച്ചിരി ഒന്ന് വെന്താൽ മതി, ഒരു വേവായാൽ മതി. അതിലേക്ക് കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് അങ്ങ് വേവിക്കാൻ വെച്ചു. അതും കൂടി അങ്ങ് വെന്ത് വന്നപ്പോഴത്തേക്ക് ഇതാ കഷ്ണങ്ങളെല്ലാം വെന്ത് പാകത്തിനായി. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ കടുക് വറുത്ത് ഒഴിക്കണം. അപ്പോൾ കടുക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു. അതെല്ലാം ആയ ശേഷം മൂപ്പിച്ചിടാനായിട്ട് തേങ്ങ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ആ കഷ്ണങ്ങളും എല്ലാം സൈഡിൽ വെന്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണമൊക്കെ ആയി പാകമായി വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ വെന്ത കഷ്ണങ്ങളെല്ലാം കൂടെ ഞാൻ ഇതിലേക്കങ്ങ് മാറ്റി കേട്ടോ. ഈ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഒഴിച്ച് അരപ്പും ചേർത്ത് തിളപ്പിച്ച് അങ്ങ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കറി റെഡിയായി സൈഡിൽ മാറുമ്പോഴത്തേക്കും ഞാൻ സൈഡിലേക്ക് മീൻ വറുക്കാനായിട്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. മത്തി ഫ്രൈ, നമ്മൾ ഈ മത്തങ്ങയും പരിപ്പും കറിയുടെ കൂടെ മത്തി ഫ്രൈ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം മത്തി എല്ലാം കൂടി ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ അത്തമിട്ട പോലെ അടുക്കി വെച്ച് ഫ്രൈ ചെയ്താനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ മത്തി ഫ്രൈയും ഈ പരിപ്പും കറിയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഒരു അച്ചാറൂടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഓക്കെ കുശാലായി ഓണ്. അപ്പോൾ ഇത് മത്തിയെല്ലാം നന്നായിട്ട് ഒരു സൈഡ് മൊരിഞ്ഞപ്പോൾ മറ്റേ സൈഡിലൂടെ ഞാൻ മറിച്ചിട്ടങ്ങ് മൊരിച്ചെടുക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഈ മത്തി ഫ്രൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സവാള ഇട്ടാൽ മക്കൾക്ക് ജാനുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ മത്തി രണ്ട് സൈഡും മറിച്ചിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ സവാളയും കൂടി അരിഞ്ഞ് അതിൻ്റെ മണ്ടയിലേക്കും ഇട്ട് കൊടുക്കും കേട്ടോ. ഈ സവാള ഇട്ട് കൊടുത്തിട്ട് അത് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെച്ചേക്കണം. അപ്പോഴത്തേക്ക് അതൊന്ന് എണ്ണയൊക്കെ സവാളയിലൂടെയൊക്കെ ഒന്ന് പിടിച്ച് നല്ല മണമായി നല്ല ടേസ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അങ്ങനെ ഈ മത്തി വറുത്തതെല്ലാം കൂടെ സൈഡിലേക്ക് ഞാൻ അടച്ചങ്ങ് മാറ്റി വെച്ചു കേട്ടോ. എല്ലാം നല്ല ഫ്രൈ ആയി. അതിന് ശേഷം തോരൻ വെക്കാനായിട്ടൊരു ചട്ടി എടുത്ത് മൺചട്ടി അടുപ്പിൽ വെച്ച് കടുകിട്ടു, വറ്റൽമുളകൊക്കെ ഇട്ട് കടുക് വറുത്ത് സാധാരണ നമ്മൾ ചെയ്യുന്നത് തോരനാണ്. അപ്പോൾ അതിലേക്ക് കപ്പയ്ക്ക തോരനാണ് ഇന്ന് ചെയ്യുന്നത്. നാടൻ കപ്പയ്ക്ക നമ്മളെ വീട്ടിൽ പിടിച്ച കപ്പയ്ക്ക് കിട്ടിയതാണ്. അപ്പോൾ അതിൽ വറ്റൽമുളകൊക്കെ ഇട്ട് കടുകൊക്കെ വറുത്ത ശേഷം കപ്പയ്ക്ക കുഞ്ഞായിട്ട് ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് അതിലേക്ക് ഇട്ടിട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ടങ്ങ് വേകാനായിട്ട് വെക്കുക. അപ്പോൾ ചട്ടി ആയതുകൊണ്ട് ചൂട് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കറി ആയിക്കോളും. അപ്പോൾ ഒന്ന് ചൂട് കയറുമ്പോഴേ കപ്പയ്ക്കൊക്കെ പെട്ടെന്ന് വേവുമല്ലോ. അങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആയിക്കോളും. അതിനുള്ള അരപ്പ് റെഡിയാക്കി സാധാ തോരൻ്റെ അരപ്പ് തന്നെ ഈ ജീരകവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുള്ള അരപ്പും കൂടെ അതിനകത്തേക്ക് അങ്ങ് ഇട്ട് നന്നായിട്ട് ഇളക്കി തോത്തി എടുത്തപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയ്ക്ക തോരനും റെഡിയായി കേട്ടോ. ഇനി സൈഡിൽ ഞാൻ ഇന്ന് രാവിലെ തന്നെ നാരങ്ങ അച്ചാറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നാരങ്ങ അച്ചാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാരങ്ങ അച്ചാർ, മീൻ വറുത്തത്, പിന്നെ എന്താ നമ്മുടെ ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ്. അപ്പോൾ അതാ നമ്മുടെ കപ്പയ്ക്ക തോരൻ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മീൻ പീര, മത്തി തോരൻ പീര വെച്ചത്, പിന്നെ ഇന്നലത്തെ പുളിശ്ശേരി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ മത്തങ്ങ കപ്പയ്ക്ക പരിപ്പ് കറിയാക്കിയത്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ നല്ല കിടിലൻ നാരങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഇതാ സൈഡിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിഭവങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.